മനസ്സിലാക്കി എപ്പോഴും മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കണം. മരിക്കാൻ റെഡിയാകാത്ത ഒരു ദിവസവും നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് അപകട മരണങ്ങൾ പെരുകിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രായഭേദമില്ലാതെ ആളുകൾ നിത്യേന എന്നോണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂകമ്പങ്ങള്, വാഹനാപകടങ്ങള്, അതുപോലെ തന്നെ പ്രളയങ്ങള്, കൊടുങ്കാറ്റുകൾ, എന്തെല്ലാം സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നമുക്ക് കണക്കൂട്ടാനേ കഴിയില്ല. ചില ആളുകളൊക്കെ ഇപ്പൊ ചെറുപ്പല്ലേ, കുറച്ചൊക്കെ അങ്ങ് സുഖിക്കാം, ഒരു 45-50 ആയിട്ട് പിന്നെ നമുക്ക് പള്ളിയിലേക്കും നിസ്കാരത്തിലേക്കും ഒക്കെ മടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും. ആർക്കറിയാം സുഹൃത്തെ നിനക്ക് ആയുസ് ലഭിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെ തൗബ നീട്ടിവെക്കാതെ എപ്പോഴും മരിക്കാൻ റെഡിയായി തന്റെ കണക്കുകൾ എല്ലാം എപ്പോഴും ബാലൻസ് ഷീറ്റ് ശരിയാക്കി കാത്തിക്കുക. മനസ്സിലായില്ലേ? സൃഷ്ടികളോടുള്ള ഇടപാടും സൃഷ്ടാവിനോടുള്ള ഇടപാടുകളും എപ്പോഴും തീർത്ത് ശരിയാക്കി നിൽക്കുക. അങ്ങനെ മരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഒരു സത്യവിശ്വാസി അവന്റെ തഖ്വ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അൽ-ഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബല അൽ മൗത്ത്, മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുമ്പ് മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക എന്നതാണ്. തയ്യാറെടുക്കാരനാ മുക്കരയാക്കാനെ വിളിച്ചിട്ട് ഒരു കവറവിടെ കുഴിച്ചേക്കാൻ പറയാ, അത് എനിക്കുള്ളതെന്ന് പറയാ, അതിന്റെ കല്ലൊക്കെ അവിടെ റെഡിയാക്കി വെക്കുക, ഒരു 3 ലക്ഷം തുണിയോടെ വീട്ടിൽ വാങ്ങിയിട്ട് ഇതല്ല മരിക്കാൻ റെഡിയാവുക എന്ന് പറഞ്ഞു. അത് വേഗം കിട്ടുന്നതാ, അതാരെങ്കിലും ഒക്കെ ചെയ്തോളും. ഈ സംഗതി എന്താ വെച്ചാൽ മരിക്കാൻ വേണ്ടി നമ്മളെ അമലുകളൊക്കെ ശരിയാക്കുക, ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുക, കൊടുത്തു വീട്ടാനുള്ള ബാധ്യതകളൊക്കെ എഴുതി വെക്കുക, അത് കൊടുക്കേണ്ടവർക്ക് യഥാസമയം കൊടുത്തു വീട്ടുക, പിണക്കങ്ങൾ ഇല്ലാതാക്കുക. അങ്ങനെ മരിക്കാൻ റെഡിയാവുക എന്നതാണ് യഥാർത്ഥത്തിൽ മരിക്കാൻ റെഡിയാവുക എന്നതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന, മരണത്തെ എപ്പോഴും എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.